ഒരു വോട്ട് വാങ്ങിച്ചിട്ട് ഒരാളവിടെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം ഞങ്ങളിനി ഇവരെ റൂൾ ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ നിന്ന് സെലക്റ്റായി പോയി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെയല്ല സാറേ എന്ന് വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ എന്നെയാണ് സെലക്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങളുടെ മുന്നിലായിരിക്കണം ഞാൻ കൈകൂപ്പിക്കൊണ്ട് ഈ 5 വർഷം സർവീസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത് കാണുന്നില്ല. ഒറ്റപ്പാലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ അത് മേജർ രവിയാണ് എന്നാണ് പറയുന്നത്. മേജർ രവി അനൗദ്യോഗികമായ പ്രചരണം തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ ഈ പ്രചരണം തുടങ്ങി അനൗദ്യോഗികമായിട്ടല്ലേ. ഇത് അനൗദ്യോഗികമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ചുമരെഴുത്ത് അത് നടക്കുന്നത് സുരേഷ് ഗോപിയാണ് ചെയ്യുന്നത്. സുരേഷ് ഇസ് മൈ ബ്രദർ. അപ്പം എവിടെയൊക്കെ ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനൊക്കെ ഞാൻ പോകുന്ന പോലെ തന്നെ ഇവിടെ വരുന്നെന്ന് കേട്ടപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ബേസിക്കലി ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. അപ്പം ഈ ഏരിയയിലൊക്കെ ഞാനുണ്ട്, പല ഉത്സവങ്ങളും എല്ലാം കൂടെ ആയിട്ട്. അങ്ങനൊരു ഊഹാപോഹം നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഔദ്യോഗികമായിട്ട് ഒരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് മേ ഹാപ്പൻ ഓർ മേ നോട്ട് ഹാപ്പൻ. ഐ ജസ്റ്റ് വെയിറ്റ് ഫോർ ദറ്റ് പ്രോപ്പർ ഓർഡർ. അത് പാർട്ടി പറയട്ടെ. നിങ്ങൾ പാർട്ടിയോട് ചോദിച്ചിട്ട് പാർട്ടി പറഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഇതിന് മുൻപും താങ്കളോട് BJP മത്സരിക്കാനൊക്കെ പറഞ്ഞിരുന്നു, പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അന്നൊന്നും മത്സരിക്കാതെ വിട്ടുനിന്ന് ഇത്തവണ മത്സരത്തിന് ഇറങ്ങാൻ കാരണം എന്താ? ആ 2-3 പ്രാവശ്യം ഐ വാസ് നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ഓൾ ദിസ് തിങ്സ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. പാവങ്ങളോട് കാണിക്കുന്ന ഒരു വോട്ട് വാങ്ങിച്ചിട്ട് ഒരാളവിടെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം ഞങ്ങളിനി ഇവരെ റൂൾ ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ നിന്ന് സെലക്റ്റായി പോയി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെയല്ല സാറേ എന്ന് വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ എന്നെയാണ് സെലക്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങളുടെ മുന്നിലായിരിക്കണം ഞാൻ കൈകൂപ്പിക്കൊണ്ട് ഈ 5 വർഷം സർവീസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത് കാണുന്നില്ല. അപ്പോൾ അവിടെ എനിക്കൊരു ഉദാഹരണമാണ്. അങ്ങനെ ഞാനൊരു MLA ആയിക്കഴിഞ്ഞാൽ ഐ വിൽ ഷോ ദാറ്റ് വാട്ട് ഈസ് ജനാധിപത്യത്തിൻ്റെ. നമ്മുടെ അധികാരികളാവില്ല, നമ്മളിവരുടെ ആക്ച്വലി പറഞ്ഞാൽ അവരുടെ സേവകരാണ്. അത് എത്ര പേര്, ഞാൻ പട്ടാളക്കാരനായതുകൊണ്ട് പറയുകയാണ്, എത്ര വലിയ പൊസിഷനിലിരുന്നാലും ഞാൻ എൻ്റെ 30 കമാൻഡോസിനെ ഓൾവേസ് ഐ റെസ്പെക്ട് ദം. കാരണം അവരുള്ളത് കൊണ്ടാണ് ഞാൻ ജീവനോടെ എന്നും ഇവിടെ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് ഈ പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഐ ഷുഡ് സെർവ് ദം rather than commanding them and showing my arrogance. ഈ ഒറ്റപ്പാലം മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ഷുവർ സീറ്റ് ഒന്നുമല്ല. 3ാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് ഉള്ളത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ പാലക്കാട് അതോ മലമ്പുഴയൊക്കെ 2ാം സ്ഥാനത്തുണ്ട്. ഈ അത്ര സാധ്യതയില്ലാത്തൊരു ഒറ്റപ്പാലം സെലക്ട് ചെയ്യാൻ അതോ ഈ പാർട്ടി താങ്കളോട് ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞാണോ? ഇല്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഒരു ചാലഞ്ച് എടുക്കുന്ന ഒരു സ്വഭാവം വരുന്ന സമയത്ത് ഓക്കെ ഒന്നുമില്ലാത്ത അവിടെ ഓക്കെ ഞാനവിടെ നിൽക്കാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴല്ലേ നമുക്ക് യെസ് വി ഡിഡ് സംതിങ് ഫോർ ദ പാർട്ടി എന്നുള്ളത്, പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു. ഞാനൊരു 10 വോട്ടെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് യെസ് ഐ എം ഇൻക്രീസിങ് ദ പെർസെൻറ്റേജ് എന്നുള്ളത്. അതുകൊണ്ട് ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കറിയാം ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഇവിടുത്തെ അമ്മമാരും പെങ്ങന്മാർക്കും ഇവരെല്ലാം കൂടിയുള്ളൊരു പാക്കേജ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എങ്കിൽ ഒരു മാറ്റം അത് ഡെഫിനറ്റായിട്ടും കാണിച്ചു കൊടുക്കാനും സാധിക്കും. ആൻഡ് ഒരു യഥാർത്ഥ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ. സുരേഷ് ഗോപി BJPക്കാരനാണ്, കേന്ദ്രമന്ത്രിയാണ്. മറ്റ് സിനിമാക്കാർ ഈ താങ്കളുടെ സഹപ്രവർത്തകരായ ആളുകളൊക്കെ പ്രചരണത്തിനെത്തുമോ? നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണം. ഇപ്പം ഞങ്ങളൊക്കെ BJPയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലരും നമ്മളെ സിനിമയ്ക്ക് വിളിക്കില്ല, അല്ലെങ്കിൽ അതില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. പിന്നെ ഞാനുണ്ടായിരുന്ന സമയത്ത്, ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്ന സമയത്ത് ഞാൻ P. രാജീവിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രസംഗിക്കുന്ന മാർക്സിസ്റ്റിനെ പറ്റിയല്ല പറയുന്നത്. ഞാനവിടെ സംസാരിക്കും P. രാജീവ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു സിനിമ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുബന്ധത്തിൽ ഇപ്പോൾ നാളെ മോഹൻലാൽ വന്നാലും BJP എന്തെന്നുള്ള എല്ലാവരും സംസാരിക്കുക. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല. ഇനി ഏതെങ്കിലും CPM-കാരനോ കോൺഗ്രസ്സുകാരനോ വേണ്ടി പറ്റില്ല. ഇനി ഒരു ഫുള്ളി BJPക്കാരനായി. കാരണം അന്നൊന്നും എനിക്ക് മെമ്പർഷിപ്പില്ല ഒരു പാർട്ടി. അതുപോലെ CP മുഹമ്മദ് പട്ടാമ്പിയിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. എന്നെ പല യാത്രയ്ക്കും വിളിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്.
പക്ഷേ മൂന്നാമത്തെ ഒരു യാത്ര ഇവിടെ രമേശ് ചെന്നിത്തല ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ തൃപ്പൂണിത്തുറ പോയപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കൂടെ തന്നെ കോൺഗ്രസ് ആയി പലരും കൺഫ്യൂഷനായി ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. എനിക്ക് ഇന്നേ വരെ ഒരു പാർട്ടിയും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് എന്നെ ഡൽഹിയിൽ വിളിച്ച് നദ്ദാജി തന്നതാണ് 2023 വൈസ് പ്രസിഡൻ്റായിട്ട് എന്നെ സെലക്ട്. അതാണ് എൻ്റെ ആദ്യം. BJP-കാരൻ ഇനിയിപ്പോൾ മാറാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയും എൻ്റേതായിട്ടുള്ള ചില നിലപാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറയും, അതിനും എനിക്ക് താല്പര്യമില്ല. മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റം പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഇലക്ഷൻ പ്രചാരണവും അങ്ങനെ തന്നെയായിരിക്കും. ആരെയും തെറിവിളിക്കാനല്ല, നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് പിന്നീട് ആ പാർട്ടിയിലോട്ട് മാറുക എന്ന് പറയുന്നത് അത് എന്നെ കൊണ്ട് സാധിക്കില്ല. അതിൽ നല്ല എന്താ മിണ്ടാതെ അവിടെ ആ പാർട്ടിക്കാരനായിട്ട് അവിടെ ഇരിക്കുക, വോട്ട് വരുന്ന സമയത്ത് പോയി ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പ്രചരണം തുടങ്ങിയിട്ട് ഒരു സൈനികനായിരുന്നു, അവിടെ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു മേഖല സിനിമ, അവിടെ നിന്ന് ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനാകുമ്പോൾ എന്താ മാറ്റം തോന്നുന്നത്? ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി മാൻ. കാരണം ഇതിത്രയും ഒരു രാഷ്ട്രീയക്കാരുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ അത് കാണുന്നുണ്ട്. അത് ഡ്രാമയാണെങ്കിലും ശരി, അഭിനയമാണെങ്കിലും ശരി, ഇതൊരു ഭയങ്കര ഡിഫറെൻറ്റ് ഹാർഡ് വർക്കാണ്. അപ്പോൾ അതിന് ആ ഹാർഡ് വർക്കിൻ്റെ കൂട്ടത്തിൽ അവർ കുറച്ചുകൂടെ സിൻസിയറായാൽ, പബ്ലിക്കിനോട് സിൻസിയറായാൽ, ഹി ക്യാൻ ബി എ ഗുഡ് പൊളിറ്റീഷ്യൻ. അതാണ് വെയിൽ കൊണ്ടാലും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ്. അത് ഞാൻ ഡെഫിനറ്റായിട്ട് ഒരു മാറ്റം കാണിച്ചു തരാം. എന്തായാലും ഒറ്റപ്പാലത്ത് വാശിയേറിയ പോരാട്ടം നടക്കും എന്ന് ഉറപ്പാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.